എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ അധ്യാപകർക്ക് മനോഹരമായി പങ്കുവെച്ചുകൊണ്ട് സാർ ഈ ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ സാറിനെ ഏറെ സ്നേഹത്തോടെ സാറിന്റെ അഭാവത്തിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അപ്പൊ എല്ലാവരുടെയും ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ ചേർന്ന് നല്ലപോലെ നോക്കില്ലേണ്ടോ? ചെടിക്ക് മാത്രമല്ല അച്ഛനും ക്ഷീണം വരും. ജീവിക്കാൻ ആവശ്യമായ എല്ലാം തരുന്നത് പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഈ പരിസ്ഥിതി ദിന ആചരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ വികസനം വരുമ്പോഴും മുമ്പോട്ട് നീട്ടിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഏറ്റു ചൊല്ലുക. ഞാൻ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, അതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളെ വെറുക്കുന്നു. ലഹരി വസ്തുക്കൾ മാലിന്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യാതൊരുവിധ ലഹരി വസ്തുക്കളും എന്റെ വീട്ടിലോ പരിസരത്തോ സദാ ശ്രദ്ധാലുവായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ലഹരി ഉപയോഗം ഒഴിവാക്കി പരിസ്ഥിതിയോടും സമൂഹത്തോടും ഉത്തരവാദിത്തത്തോടെ ഞാൻ പെരുമാറുന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സന്തോഷമാണോ? അതെ. പക്ഷേ ഇപ്പം നിങ്ങൾ വെയിൽ കൊണ്ട് മടുത്തിട്ട് നിൽക്കുന്നു അല്ലേ? കുറെ പേരിങ്ങനെ വീശുന്നുണ്ട്. നമ്മൾ പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുകയാണ്. പരിസ്ഥിതി ദിനത്തെ പറ്റി നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ സച്ചിന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു ചിന്ത ഇതാണ്: അമ്മയെ കുത്തി മകൻ മരിച്ചു. നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ന്യൂസിൽ കേട്ടിട്ടുണ്ടോ ആത്മഹത്യ? ഒന്ന് മുന്നോട്ട് കടന്നു വരിക. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഈ വരാന്തയിലേക്ക് ഒന്ന് കയറി നിൽക്കുക. ഞാൻ പഴയ കലാകാരനാണ്. മുളച്ചു നിർത്തി Thank you.
ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. എന്തിനാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും പരിസ്ഥിതിയെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അത് പേര് അന്ന വിനോദ്. പാച്ച സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മരമൊരു വരം എന്ന സന്ദേശവുമായി ഞങ്ങളും വരുന്നു. നിങ്ങളും കൂടില്ലേ? നിനക്ക് മാർക്കാ. അങ്ങോട്ട് നോക്കിയോ? എന്നെ പിടിക്കണ്ടേ? മതി അടിക്കേ.